السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ യാസീനിലെ 37 മുതലുള്ള ആയത്തുകളാണ് ഇനി എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. وكل في فلك يسبحون. ഒന്നുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. وكل في فلك يسبحون. ഇപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ റബ്ബിന്റെ ഏകത്വം തൗഹീദ് ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തം എന്ന നിലക്ക് അല്ലാഹു തആല പറഞ്ഞതാണ്. ഒന്ന്, നിർജീവമായ ഭൂമി, അത് ജീവിപ്പിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ ധാന്യങ്ങളും തോട്ടങ്ങളും ഒക്കെ അല്ലാഹു തആല ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഭൂമിയിൽ മുളച്ചുണ്ടാക്കുന്ന എല്ലാത്തിലും മനുഷ്യരുടെ ശരീരത്തിലുമെല്ലാം ഇണകളായി പടച്ച അല്ലാഹു തആല അവനേറെ പരിശുദ്ധനാണ്. പങ്കുകാരിൽ നിന്ന് തുല്യന്മാരിൽ നിന്നൊക്കെ
പരിശുദ്ധനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി മറ്റൊരു ദൃഷ്ടാന്തം അല്ലാഹു പഠിപ്പിക്കുന്നത് ഇവിടെ ആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ച അങ്ങനത്തെയാണ് ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയും തുടങ്ങിയത്. അവർക്കൊരു ദൃഷ്ടാന്തമാണ്, അഥവാ റബ്ബിന്റെ തൗഹീദ് ബോധ്യപ്പെടാൻ, അല്ലാഹു ഏകനാണ് എന്നും പങ്കുകാരില്ല എന്നും അവന്റെ അങ്ങേയറ്റത്തെ മഹത്തായ കഴിവും എല്ലാം വിളിച്ചു അറിയിക്കുന്ന മറ്റു ദൃഷ്ടാന്തമാണ് എന്നർത്ഥം. ആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. ഐ അലാമത്തുൻ ദാല്ല അലാ തൗഹീദില്ലാഹി വ ഖുദ്റതിഹി വ വജൂബി ഇലാഹിയതിഹി എന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഇവിടെയും നൽകിയ വിശദീകരണം. അല്ലാഹുവിന്റെ തൗഹീദ്, അവന്റെ ഏകത്വം, അവന്റെ ഖുദ്റത്ത്, അവന്റെ ശക്തി, വ വജൂബി ഇലാഹിയതിഹി, ഇലാഹാവുക എന്നത് അല്ലാഹ്ക്ക് മാത്രം വാജിബായ, അവന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് എന്നതിനുമുള്ള ഒരു തെളിവാണ്, ദൃഷ്ടാന്തമാണ്, അടയാളമാണ്. എന്ത്? ആയത്തുൽ ലഹുമുൽ ലൈലു, അവർക്ക് ദൃഷ്ടാന്തമാണ് അൽ-ലൈൽ, രാത്രി. നസ്ലഹു മിൻഹുൻ നഹാർ, നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു, പുറത്തെടുക്കുന്നു. അൻ-നഹാറ, പകലിനെ നാം പുറത്തെടുക്കുന്നു. രാത്രിയിൽ നിന്ന് പകലിനെ നാം പുറത്തെടുക്കുന്നു, അതിനെ ഊരിയെടുക്കുന്നു എന്നത് അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. ഫഇലാഹും മുദ്ലിമൂൻ, പറയാം. ഫഇലാഹും, അപ്പോഴതാ അവർ മുദ്ലിമൂൻ, ഇരുട്ടായവരായി മാറുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. സലഹ യസ്ലഹു എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. സലഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ തോല് ഊരിയെടുക്കുക, അതാണ് ശരിക്കും ആ വാക്ക് ഉപയോഗിക്കലുള്ളത്. മൃഗങ്ങൾക്ക് അറുത്തു കഴിഞ്ഞാൽ അതിനെ തോല് പൊളിക്കുക എന്നതിനാണ് ശരിക്കും സലഹ എന്ന പദം ഉപയോഗിക്കാൻ. നസ്ഉ എന്നാണ് അതിനർത്ഥം. അൽ കശ്തു വൻ നസ്ഉ എന്നാണ് സലഹ എന്ന പദത്തിന് നേർക്ക് നേരെ അർത്ഥം. പിന്നെ അത് പുറത്തെടുക്കുക എന്ന ഇഖ്റാജ് എന്ന അർത്ഥത്തിൽ ആ പദം പിന്നീട് അറബികൾ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട്. അസ്ലിയായതിനെ ഊരിയെടുത്തു, അതേപോലെ ഒന്നിന് മറ്റൊന്നിനെ വലിച്ച് ഊരിയെടുക്കുന്നതിനാണ് സലഹ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. പിന്നീട് ഉപയോഗിച്ചാണ് ഇഖ്റാജ്. അതെ, ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സലഹ. ഊരിയെടുത്തു, ആ അർത്ഥത്തിലാണ്. ഏത് ഊരിലും പറയാം. സലഹ സാധാരണ ഉപയോഗിക്കല് ഈ മൃഗങ്ങളെ അറുത്തിട്ടത് തോല് പൊളിച്ച് അതിങ്ങനെ മാംസത്തിൽ നിന്ന് തോലിനെ വേർത്ത് എടുക്കുന്ന ആ ഊരലിലാണ് സാധാരണ സലഹ എന്ന പദം ഉപയോഗിക്കല്. മസ്ലഹ് എന്നതാണ് അറബുശാലക്ക് മസ്ലഹ് എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അടുത്ത് തോല് പൊളിക്കുന്ന സ്ഥലത്തിലാണ് സാധാരണ മസ്ലഹ് എന്ന് പറയുക. പിന്നീട് അത് ഉപയോഗിച്ചതാണ് ഇഖ്റാജ് എന്ന അർത്ഥത്തിൽ പിന്നെ ആ പദം ഉപയോഗിച്ചു. ഇഖ്റാജ്, പുറത്തെടുക്കുക എന്ന അർത്ഥത്തിൽ പിന്നീട് ആ പദം ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ അതിന് പിന്നീട് ആലങ്കാരികമായി ഉപയോഗിച്ചതാണ്. പുറത്തെടുക്കുന്നതിലൊക്കെ ഒരു തരം ഊതലുണ്ട് എന്ന അർത്ഥത്തിലാണ് അവിടെ ഇഖ്റാജ് എന്ന അർത്ഥം പിന്നീട് അത് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. ഫഇലാഹും, അപ്പോഴതാ അവർ മുദ്ലിമൂൻ, ദുൽമത്തിലായി എന്നർത്ഥം. മുദ്ലിമൂൻ എന്നുള്ളത് ദാഖിലുന ഫിൽ ദുൽമ, ഇരുട്ടിൽ പ്രവേശിക്കുക എന്ന അർത്ഥത്തിലാണ് മുദ്ലിമൂൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അതോടുകൂടി അവരതാ ഇരുട്ടിലായി കഴിഞ്ഞു. ഇത് ദൃഷ്ടാന്തമാകുന്നു എന്നാണ്. എല്ലാ ദിവസവും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. അതെ, രാത്രിയിൽ പകലിനെ ഊരിയെടുക്കുക. ഇതിൽ രണ്ടും കണ്ടുകൊണ്ട് ഉപയോഗിക്കലുണ്ട്, തിരിച്ചും അത് ഉപയോഗിച്ചിട്ടുണ്ട്. യുലിജുൽ ലൈല ഫിൻ നഹാരി വയുലിജുൻ നഹാറ ഫിൽ ലൈലി, രാവിലെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിന് രാവിലും പ്രവേശിപ്പിക്കുന്നു. ഇത് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചത് കാണാൻ കഴിയും. എന്താണെങ്കിലും ഈ രാപ്പകലുടെ മാറി മാറി വരൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് മറ്റു സ്ഥലത്ത് പറഞ്ഞല്ലോ. അവർക്ക് അവിടെ ദൃഷ്ടാന്തമുണ്ട്. രാവും പകലും മാറി മാറി വരുന്നതിൽ അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. റബ്ബിന്റെ ഏകത്വം, അവന്റെ അപാരമായ ഖുദ്റത്ത്, അതെല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ ഒരു പ്രകൃതിയിൽ നടക്കുന്ന ഈ ഒരു മാറ്റം എന്നത്. രാവും പകലും മാറി മാറി വരുന്നു. ഇവിടെ ഉപയോഗിച്ച വാക്ക് രാവിൽ നിന്ന് പകലിനെ ഊരിയെടുക്കുന്നു എന്നാണ്. അതോടുകൂടി ഫഇലാഹും മുദ്ലിമൂൻ, ആ പകലിനെ ഊരെടുത്തു കഴിഞ്ഞാൽ അവരതാ ഇരുട്ടിലായി കഴിഞ്ഞു.
മറ്റത് പകലിലേക്ക് രാത്രി വന്ന് പ്രവേശിപ്പിക്കുന്നു. അതൊക്കെ വ്യത്യസ്തമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നു എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു അഅലം. ഇതവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. വശംസു സൂര്യനാവട്ടെ തജ്രി അത് സഞ്ചരിക്കുന്നു ലിമുസ്തഖറിൻ ലഹാ അതിന് നിശ്ചയിക്കപ്പെട്ടിടത്തേക്ക് അത് സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തജ്രി സഞ്ചരിക്കുന്നു. മുസ്തഖറിൻ മുസ്തഖർ എന്നാൽ നിശ്ചയിച്ച സ്ഥലം, ഉറപ്പിച്ച സ്ഥലം, ഉറപ്പിച്ച സമയം എന്നൊക്കെ പറയാം. മുസ്തഖർ എന്നുള്ളത് സമാനിയായും മക്കാനിയായും ഉപയോഗിക്കാവുന്ന പദമാണ് മുസ്തഖർ എന്ന പദം. അപ്പൊ അവിടെ നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് മഖർ നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അർത്ഥം. മുസ്തഖറിൻ ലഹാ സൂര്യൻ അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്, അതുവരെ സഞ്ചരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഖിയാമത്ത് വരെ എന്നതിന് തഫ്സീർ ചെയ്തവരുണ്ട്. അതുവരെ അതിനുള്ളത് കഴിഞ്ഞാൽ പിന്നെ ശംസു കുവ്വിറത്ത് എന്ന് പറഞ്ഞ സൂര്യൻ പിന്നീട് ചുറ്റിപ്പൊതിയപ്പെടും, തകർന്നടിയും എന്ന് പറഞ്ഞ അതാണ് മുസ്തഖറിൻ ലഹാ എന്ന് ഒരു തഫ്സീർ കാണാൻ കഴിയും. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു ഭ്രമണ പഥമുണ്ട്. ആ ഭ്രമണ പഥത്തിലൂടെ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് തെറ്റിപ്പോകാനോ മാറിപ്പോകാനോ ദിശ മാറാനോ ഒന്നും സൂര്യന് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമില്ല, സാധിക്കുകയുമില്ല. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ ചില ഹദീസൊക്കെ ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച ഹദീസൊക്കെ വന്ന പ്രയോഗമാണ് സൂര്യൻ അർശിന്റെ ചൂട്ടിൽ പോയി സുജൂദ് ചെയ്യുന്നു എന്ന പ്രയോഗം ഹദീസിലുണ്ട്. സൂര്യ അസ്തമിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ സൂര്യൻ എങ്ങോട്ട് പോകുന്നു? അപ്പൊ അല്ലാഹു അഅലം സഹാബിമാർ പറയുകയും അത് അർശിന് താഴെ പോയി സുജൂദ് ചെയ്യുന്നു എന്ന് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിലാണ് അല്ലാഹു അഅലം. ലോകത്ത് എവിടെ പോയാലും അർശിന് താഴെയാണ്. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് ഒക്കെ അങ്ങനെയാണ് വ്യാഖ്യാനം പറഞ്ഞു കാണുന്നത്. അർശ് ഈ ലോകത്ത് മൊത്തം മീതെ ഒരു കുബ്ബ പോലെയാണ് അർശുള്ളത്. ഭൂമി, ആകാശം, ആകാശത്തിന് മീതെ എല്ലാം കഴിഞ്ഞിട്ടാണ് അർശ്. ആ അർശ് മൊത്തം പ്രപഞ്ചത്തിന്റെ ഒരു കുബ്ബ പോലെയാണ് അർശുള്ളത് എന്ന ഹദീസിനൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ എവിടെയാണെങ്കിലും അത് അർശിന് താഴെ തന്നെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സൂര്യൻ അവിടെ ആളുകൾ വിമർശിക്കുന്ന ഹദീസിനെ, അപ്പൊ സൂര്യൻ ഇങ്ങനെ വാസത്തിൽ പോവുകയാണോ, അവിടെ പോയി സൂര്യൻ പിന്നെ തിരിച്ചു വരികയാണോ, ഇതൊക്കെ അന്നത്തെ ഒരു കാഴ്ചപ്പാടിലാണ് വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ യുക്തിവാദികൾക്ക് പലപ്പോഴും ആക്ഷേപമായി പറയാറുണ്ട്. അപ്പൊ സൂര്യന് നിശ്ചയിക്കപ്പെട്ട പദത്തിലൂടെ പോകുമ്പോഴും അത് അർശിന് താഴെ തന്നെയാണ് ഏത് സമയത്തും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അങ്ങനെയാണ് ആ ഹദീസിനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച അതിന്റെ എല്ലാ റിപ്പോർട്ടും അദ്ദേഹം കൊണ്ടുവരികയും അത് ആ രൂപത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുകയും ചെയ്തത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ് മുസ്തഖർ? നിശ്ചിതമായ സ്ഥലം, നിശ്ചിതമായ സമയം, അതാണ് മുസ്തഖർ. ആ നിശ്ചിതമായ സമയത്തേക്ക്, അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് അതെങ്ങനെ സഞ്ചരിക്കുന്നു. വശംസു തജ്രി സൂര്യൻ സഞ്ചരിക്കുന്നു ലിമുസ്തഖറിൻ ലഹാ അതിനുള്ള നിശ്ചിതമായ സ്ഥലത്തേക്ക്, സ്ഥാനത്തേക്ക്, സമയത്തേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഇതെല്ലാം തഖ്ദീറുൽ അസീസുൽ അലീം, അസീസും അലീമുമായവന്റെ തീരുമാനം, കണക്ക് പ്രകാരമാകുന്നു എന്നാണ്. തഖ്ദീർ കണക്കാക്കൽ, ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ കണക്കാക്കുക, വിധിക്കുക, നിശ്ചയിക്കുക. ഇതെല്ലാം തഖ്ദീറുൽ അസീസുൽ അലീം, അസീസും അലീമുമായവന്റെ തഖ്ദീറാണ്. അഥവാ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പറഞ്ഞ പല സ്ഥലത്തും അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചത് ഇതേ പ്രയോഗം തന്നെ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ്. തഖ്ദീറുൽ അസീസുൽ അലീം എന്ന പ്രയോഗം പല സ്ഥലത്തും അല്ലാഹു തആല ഇതേപോലെ പ്രയോഗിച്ചത് കാണാൻ കഴിയും. അവിടൊക്കെ റബ്ബിന്റെ ഇസ്സത്ത്, അവന്റെ ഇൽമ്, അത് രണ്ടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ അൻആമിൽ കാണാം, ഫലഖുൽ ഇസ്ബാഹി വജഅല അൽ-ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അല്ലാഹു തആല പ്രഭാതത്തെ കൊണ്ടുവരുന്നു, അതേപോലെ രാത്രിയെ ശാന്തമാക്കിയിരിക്കുന്നു, സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്ക് പ്രകാരം നിശ്ചയിച്ചിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അസീസും അലീമുമായവന്റെ തീരുമാനം, അവന്റെ ഖദർ പ്രകാരമാകുന്നു അത് എന്ന് അല്ലാഹു തആല അവിടെയും പ്രയോഗിച്ചത് കാണാൻ കഴിയും. അതേപോലെ സജദയിലും ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്ന പ്രയോഗം അവിടെയും അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്, അതും അസീസായ അലീമായവന്റെ തീരുമാനപ്രകാരമാണ്.
അല്ലാഹു തആല അവന്റെ നാമങ്ങൾ പല ആയത്തിലും അവസാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിന് കോർവയുണ്ടെന്നാണ്. വെറുതെ ഇതിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഉപയോഗിച്ച അസീസും അലീമുമാണ്. ചില സ്ഥലത്ത് സമീഉൻ ബസീർ പറയും, അലീമുൻ ഖബീർ പറയും. ഇങ്ങനെ റബ്ബിന്റെ പല നാമങ്ങളെയും ഈ രണ്ട് നാമങ്ങൾ പല ആയത്തിന്റെയും അവസാനത്തിൽ ചേർക്കാറുണ്ട്. അത് ആ ആയത്തിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തി റബ്ബിന്റെ ആ ഒരു മഹത്വത്തെ കൂടുതൽ കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉള്ളത്. ഇബ്നു സമീർ അഹമ്മദ് തഫ്സീറിൽ അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ കാണാൻ പറ്റും. എവിടേക്കാണ് അത് ഉപയോഗിച്ചത്, ആ ഉപയോഗിച്ചിടത്തൊക്കെ ഏത് നാമങ്ങളാണ് ചേർത്തി പറഞ്ഞത് എന്നൊക്കെയുള്ള വളരെ നല്ല ചർച്ച അദ്ദേഹം അവിടെ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ പ്രയോഗിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. പേരാണെങ്കിലും ഇത് അസീസും അലീമുമായവന്റെ തഖ്ദീർ, അവന്റെ കണക്കാക്കൽ, അവന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, അതോടൊപ്പം വൽ ഖമറ ചന്ദ്രനെയും ഖദ്ദർനാഹു അതിന് നാം നിശ്ചയിച്ചിരിക്കുന്നു, മനാസില വ്യത്യസ്തമായ മൻസിലുകളെ, ഭ്രമണ സ്ഥാനങ്ങളെ നാം നിശ്ചയിച്ചിരിക്കുന്നു. മൻസിൽ, മനാസിൽ അതിന്റെ രാശിമണ്ഡലങ്ങൾ, ഭ്രമണ പദങ്ങൾ എന്ന അർത്ഥത്തിലാണ് മൻസിൽ എന്ന പദം ഉപയോഗിക്കുന്നത്. മൻസിൽ വീട് നഷ്ടം മൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അസ്ലിയായ അർത്ഥമല്ല. നസല എന്ന് പറഞ്ഞ നേരർത്ഥം വന്നിറങ്ങി എന്നാണ്. നസല മൻസിൽ, ഇറങ്ങുന്ന സ്ഥലം, അതിനാണ് സാധാരണ മൻസിൽ എന്ന് പറയുക. അപ്പൊ വീടാണ് സാധാരണ മനുഷ്യൻ എവിടെ പോയാലും അവസാനം തിരിച്ചെത്തല് വീട്ടിലേക്കാണ്. അതുകൊണ്ടാണ് ആ വീടിന് മൻസിൽ എന്ന പദം ഉപയോഗിച്ചത്. അതിന് വ്യത്യസ്തമായ പരിഗണനയിൽ വ്യത്യസ്തമായ പേര് വരും. ഇപ്പൊ സെക്കൻഡ് എന്ന് വീടിന് പേരുണ്ട്. സെക്കൻഡ് സമാധാനത്തിന്റെ ഇടം എന്ന അർത്ഥത്തിൽ സെക്കൻഡ്. എപ്പോഴും മനുഷ്യനെ എവിടെ പോയാലും ക്ഷീണിച്ച് നടന്നൊക്കെ വന്ന് അവസാനം ഒരു സമാധാനം കിട്ടുന്നപ്പോഴാണ്. അവനെ പരിക്ക് വന്ന് തുണിപ്പായ്ക്ക് വന്ന് മാറ്റി ഒന്നാണ് നീണ്ടുകൊടുത്ത് കിടക്കുമ്പോ അത് വല്ലാത്തൊരു സമാധാനമാണ്. അവനാന്റെ ഭാര്യയും അവനാന്റെ മക്കളും അവനെ കുട്ടികളും അവർക്ക് എത്തി വരുമ്പോ അത് മനുഷ്യനൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് എന്നവിടെ ഉപയോഗിച്ചത്. ലിതസ്കുനു ഇലൈഹ, കുടുംബജീവിതം വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു ലിതസ്കുനു ഇലൈഹ, അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചതിനാണ് അവരിലേക്ക് നിങ്ങൾക്ക് സമാധാനം അടയാൻ. അവിടെ ഒന്നിച്ച് താമസിക്കുന്ന ഇടമാണ് മസ്കൻ, സമാധാനത്തിന്റെ ഇടം എന്ന പോലെ മൻസിൽ വന്നിറങ്ങുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് നേക്കുന്നതിലുള്ളത്. പിന്നെ വീട് എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു. ചന്ദ്രന്റെ വ്യത്യസ്തമായ രാശിമണ്ഡലങ്ങൾക്ക് മൻസിൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ സാധാരണ ഈ ഇസ്മിന്റെ പണിയൊക്കെ എടുക്കുന്ന മനുഷ്യന്മാരൊക്കെ അതിൽ ഉപയോഗിക്കുന്ന പദമാണ് മൻസിൽ എന്നുള്ള പദം. മൻസിൽ, മഫാസ് ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് ചില ഗുണദോഷങ്ങളൊക്കെ വരാനുണ്ട് എന്ന ബേസിലാണ് ഓല ആ ചികിത്സാ രീതി തന്നെ നിശ്ചയിക്കപ്പെട്ടു. സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനമനുസരിച്ച് ഭൂമി കുറെ ഹൈറും ശ്രദ്ധയൊക്കെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഹൈറ് ഉപയോഗിക്കാനും ആ ശ്രദ്ധ തടുക്കാനുമുള്ള പണിയാണ് ഒരു പൈത്തിൽ എഴുതിയിട്ടും ഏകദേശം എഴുതിയിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുന്ന ഒരു രീതിയാണ്. സൂര്യന്റെ സഞ്ചാരം, ചന്ദ്രന്റെ സഞ്ചാരം, നക്ഷത്രങ്ങളുടെ സഞ്ചാരം, അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇസ്മിന്റെ പണി, തുൽസമാത്തിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഈ ഗോളശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചന്ദ്രൻ ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇന്ന ഗുണമുണ്ടാകും, ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇന്ന ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ഈ വാരഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ആഴ്ച ദിവസം കാണും. ആ ഒരു ആഴ്ചയിലെ മൊത്തം വാരഫലം, ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് മൊത്തം ഇവിടെ ലോകത്തിലെ ക്രമങ്ങൾ, ഏത് നക്ഷത്രം എവിടെ എത്തും, അപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക, എന്താ ചെയ്യാതിരിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഓരോ ആഴ്ചയിലും കാണാം. മനോരമയ്ക്ക് ഒരു ഹാഫ് പേജ് കൊടുക്കും. കച്ചവടം തുടങ്ങാൻ പറ്റോ, വീടുണ്ടാക്കാൻ പറ്റോ, വീട് താമസിക്കാൻ പറ്റോ, യാത്ര പോകാൻ പറ്റോ, വിവാഹത്തിന് പറ്റോ, ഇങ്ങനെ തുടങ്ങി ഓരോന്നും അവർ നിശ്ചയിക്കലുണ്ട്. അതിന്റെ വേറെ പതിപ്പാണ് നമ്മുടെ നാട്ടില് ഈ വക ചികിത്സാലയം കൊണ്ടുവരുന്ന ഇസ്മിന്റെ പണി, തുൽസമാത്തിന്റെ പണി എന്ന് പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ്. അത് അറബി ഡേറ്റുമായി ബന്ധിപ്പിച്ചാൽ അവർ ചെയ്യാം. അപ്പൊ എല്ലാം അതാ നഹ്സൊക്കെ വരുന്നത്. ഇന്ന ദിവസം നഹ്സ്, ഇന്ന സമയം നഹ്സ് എന്നൊക്കെ പറഞ്ഞത് പ്രത്യേകമായ കവിതകൾ വരെ ഒരു അറബി ഉണ്ടാക്കിയിട്ടുണ്ട്. നഹ്സിന്റെ മൊത്തം കവിത ഒരു കാണാൻ പറ്റും. അപ്പൊ എല്ലാ മാസത്തേക്കുമുള്ള നഹ്സുകൾ അതിന്റെ വേറെ പതിപ്പാണ്. അവിടുന്ന് വന്ന ഈ നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും ഒക്കെ ഈ ഭൂമി നടക്കുന്ന കാര്യങ്ങളിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും അവിടുന്ന് കുറെ ശ്രദ്ധ ഇറങ്ങുന്നുണ്ട് എന്നും ആ ശ്രദ്ധ തടുക്കാൻ ചില വഴികളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അതിനുള്ള പ്രത്യേകമായ രക്ഷാമന്ത്രങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ ശ്രദ്ധ അവിടെ തടുക്കപ്പെട്ടു പോകും എന്നവർ വിചാരിക്കുന്നു. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മനാസിൽ എന്ന പദം അവിടെ അതിൽ
പ്രധാനമാണ് എന്നർത്ഥം. ഏതായിരുന്നാലും ഇവിടെ ചന്ദ്രനെ ഖദ്ദർനാഹു നാം അതിന് കണക്കാക്കിയിരിക്കുന്നു, മനാസില ചില മൻസിലുകളെ, ഭ്രമണ പദങ്ങളെ നാം അതിന് നിശ്ചയിച്ചിരിക്കുന്നു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, ഹത്താ ആദ അങ്ങനെ അത് മടങ്ങി വരുന്നത് വരെ, കൽ ഉർജൂനിൽ ഖദീം പഴയ ഈത്തപ്പനയുടെ കുല, അതിന്റെ തണ്ട്, ഈത്തപ്പന കൊതിന്റെ തണ്ടിലാണ് ഉർജൂൻ എന്ന പദം ഉപയോഗിക്കുക. വളഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞുത്തിരിക്കുന്ന ആ പിന്നെ തണ്ടിനാണ് ഉർജൂൻ എന്ന പദം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ പിന്നെ തെങ്ങാകുമ്പോ കൊതുമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മള് തേങ്ങക്ക് കായ്ക്കുന്ന അതിന്റെ ആ ഒരു കൊല, അതിലാണ് ഈത്തപ്പനയിൽ ഉർജൂൻ എന്ന പദം ഉപയോഗിക്കുന്നത്. ഖദീം എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ്, പഴയത്. അപ്പൊ അങ്ങനെ ആ പഴയ ഈത്തപ്പന തണ്ട് കണക്കെ അതിങ്ങനെ വളഞ്ഞ് ചെറുതായി വരുന്നത് വരെ തുടക്കം അങ്ങനെയാണ്. തുടക്കം ഒരു ചെറിയ ഒരു പൊട്ടായിക്കൊണ്ടാണ് ആരംഭിക്കുക. അതിന്റെ ആദ്യത്തെ മൻസിൽ, ചന്ദ്രന്റെ ഒന്നാമത്തെ മൻസിൽ അതാണ്. അത് ഉദിച്ചു വരുന്ന ഹിലാൽ എന്ന് പറയുന്ന രംഗം, അതാണ് തുടക്കം. പിന്നെ അതിങ്ങനെ വളർന്നു വളർന്നു വളർന്ന് നമ്മുടെ ദൃഷ്ടിക്ക് കുറച്ചുകൂടെ ഭാഗങ്ങൾ അതിന് ഗോചരമായി മാറി, പിന്നെ അത് പൂർണ്ണചന്ദ്രനായി മാറി, വീണ്ടും തിരിച്ചത് വന്ന് അവസാനം വളഞ്ഞു കുത്തിയ ഈത്തപ്പന തണ്ട് പോലെ ആയി മാറുന്നു. ഇത് വെറുതെ ഉണ്ടാവല്ല, ഇത് അല്ലാഹു തആല പലതും നിശ്ചയിച്ചിട്ടുണ്ട്. ചന്ദ്രൻ പൂർണ്ണമായിട്ട് എപ്പോഴുണ്ട്, ഏത് സമയത്തും ഏത് ദിവസവും ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഉണ്ട്. മനുഷ്യന് ദൃശ്യയോഗ്യമാവുക എന്നുള്ളതാണല്ലോ പ്രധാനം, അല്ലാതെ ചന്ദ്രൻ ഇല്ലാതായി പോണില്ല. അപ്പൊ അതിന്റെ ഈ മൻസിലുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അഹില്ല ഖുൽ ഹിയ മവാഖിതു നാസി വൽ ഹജ്ജ്. അവർ ചോദിക്കുന്നു നബിയെ, ഹിലാലുകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഈ ബാലചന്ദ്രൻ ഹിലാലിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. പറഞ്ഞു കൊടുക്കുക, ഹിയ മവാഖിതു ലിന്നാസ്, ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാവുന്നതാകുന്നു. വൽ ഹജ്ജ്, ഹജ്ജിനും സമയം നിശ്ചയിക്കാവുന്നതാകുന്നു ഇതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സൂര്യൻ സമയത്ത് സൂചിപ്പിക്കുന്നു, ചന്ദ്രൻ മാസങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരവുമായി ബന്ധപ്പെട്ടത് നിശ്ചയിച്ചത്. നിസ്കാരം സൂര്യന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട സമയം നിശ്ചയിച്ചത്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവയൊക്കെ ചന്ദ്രന്റെ സഞ്ചാരവുമായി ബന്ധപ്പെടുത്തിയാണ് നിശ്ചയിച്ചത്. ഒന്ന് സമയത്ത് അറിയിക്കുന്നു, മറ്റത് മാസങ്ങളെ അറിയിക്കുന്നു. അതിനാണ് ചന്ദ്രൻ അല്ലാഹു തആല ഈ ഒരു സംവിധാനത്തിൽ മനാസിൽ, അതിന് വ്യത്യസ്തമായ മൻസിലുകളാക്കി നിശ്ചയിച്ചത്. അതിൽ ഒന്നാമത്തെ മൻസിലാണ് ഹിലാൽ എന്ന് പറഞ്ഞ, നമുക്ക് പിന്നെ കണ്ടു പ്രഖ്യാപിക്കുന്നതിനാണ് ഹിലാൽ എന്ന് പറയുക. ഖമർ പൊതുവായി ഉപയോഗിക്കും. ചന്ദ്രന് ഏതവസ്ഥക്കും ഖമർ എന്ന് പറയാം. ഹിലാൽ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ക്രസന്റ് ആണ് ഹിലാല്, ന്യൂ മൂൺ അല്ല. നമ്മുടെ ഈ മാസപ്രമിച്ച് ബന്ധപ്പെട്ട വ്യത്യസ്ത തർക്കങ്ങളുണ്ടല്ലോ, അവിടെ ന്യൂ മൂണിനെയാണ് ചില ആളുകൾ ഹിലാലായി കണക്കാക്കിയത്. അതൊരിക്കലും ഹിലാലല്ല. ഹിലാൽ എന്ന വാക്ക് തന്നെ തഹ്ലീൽ, ഹല്ലല എന്ന പദവുമായി ബന്ധപ്പെട്ട ഹിലാൽ എന്ന പദമുണ്ടായത്. ഹല്ലല എന്ന് പറഞ്ഞാല് പ്രഖ്യാപിച്ചു, ശബ്ദമുയർത്തി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. സാധാരണഗതിയിൽ ചന്ദ്രപ്രഭി ദൃശ്യമായി കഴിഞ്ഞാൽ പ്രഖ്യാപനമുണ്ടാകും, ഒന്നാകെ അറിയിപ്പുണ്ടാകും, ആളുകളത് വിളിച്ചറിയിക്കും. അതിനാണ് ഹിലാൽ എന്ന പേര് വന്നു തന്നെ. ചന്ദ്രൻ ഉദിച്ചു, ആരും കണ്ടില്ല എങ്കിൽ അത് ഹിലാലല്ലാതാണ്. ഉദിച്ചു വന്നു പക്ഷെ ഒരാളും കണ്ടില്ല, പ്രഖ്യാപിച്ചില്ല എങ്കിൽ അത് ഹിലാൽ എന്ന് പറയില്ല. കണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് ശബ്ദമുയർത്തപ്പെടുമ്പോഴാണ് ഹിലാൽ എന്ന് പറയും. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. മജ്മു ഫത്താവയിൽ 25-ാം വാള്യം. ഇതിലെ ഒരു 100 പേജുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അവിടെ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞൊരു അസ്ലാണത്, പ്രഖ്യാപിക്കപ്പെടാത്ത ഒന്ന് ഹിലാലാവുകയില്ല. അപ്പൊ ഹിലാൽ എന്ന് പറയാൻ തന്നെ കാരണം അത് ശബ്ദമുയർത്തപ്പെടുമ്പോഴാണ്. ഇതാണ് ചില ആളുകൾ ഇപ്പോൾ ന്യൂ മൂൺ മദീനാണ്. പുതിയ ചന്ദ്രൻ പിറവിയെടുത്താൽ തന്നെ മാസം മാറി. അതാണ് ഈ ഹിജ ഹിലാൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞത്. ഹിജറ ഹിലാൽ കമ്മിറ്റി എന്നത് ആ ഒരു കാണേണ്ട ആവശ്യമില്ല, കണ്ടോ കണ്ടിയോ നോക്കേണ്ട കാര്യമില്ല. പുതിയ മൂൺ, പുതിയ ചന്ദ്രൻ പിറവിയെടുത്താൽ അത് ഹിലാൽ എന്ന് പറയാം. അവിടെ മുതൽ മാസം മാറിയിട്ട് കണക്കാക്കാം. അവിടെ ഹിലാൽ കമ്മിറ്റി എപ്പോഴും ഇവിടെ ബാക്കി എല്ലാ മുസ്ലിം സംഘങ്ങൾക്കാളും ഒരു ദിവസം നേരത്തെ ഒരിക്കൽ എല്ലാം ആരംഭിക്കും. എല്ലാ മാസവും, നോമ്പും പെരുന്നാളും മാത്രമൊന്നുമല്ല, എന്നും പെരുന്നാൾ ഒരിക്കൽ ഒരു ദിവസം മുമ്പായിരിക്കും. ബാക്കി എല്ലാവർക്കും തിങ്കളാഴ്ച ആകുമ്പോൾ ഒരിക്കൽ ഞായറാഴ്ച ആവും.
അതേപോലെ എല്ലാ മാസവും അവർക്ക് ഒരു ദിവസം നേരത്തെ ആരംഭിക്കും. കാരണം ന്യൂമൂൺ ചിലപ്പോൾ രാവിലെ ഉച്ചക്കൊക്കെ രൂപം കൊണ്ടുണ്ടാവും. ആ രൂപം കൊണ്ടത് മുതൽ ദിവസം മാറി. ഒരു ഫലം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മൊത്തം ഒറ്റ ദിവസം മാസം ഒന്നായി മാറുന്നതാണ്. കാരണം ഈ കാഴ്ച ഒരു നാട്ടിൽ കാണും, മറ്റു നാട്ടിൽ കാണൂല, ആ വ്യത്യാസം ഉണ്ടാവും. കാഴ്ചയിൽ വ്യത്യാസം വരും, എന്നാൽ ന്യൂമൂണിൽ വ്യത്യാസമില്ല. അപ്പൊ ന്യൂമൂണ് പിറവി എടുത്താൽ മാസം മാറി തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മുഴുവനും ഒറ്റ ദിവസമാകുന്നതാണ്. പക്ഷെ സംഭവിച്ചെന്താണ്? ഓരോ വീട്ടിൽ പോലും 2 ദിവസം ആയിരുന്നതാണ്. ലോകത്ത് മൊത്തം 1 ദിവസമാകാൻ വേണ്ടി കുറഞ്ഞ തത്വം അപ്ലൈ ചെയ്തപ്പോ അവനാന്റെ വീട്ടിൽ പോലും 2 ദിവസമായി മാറി. അതാ സംഭവിച്ചത്. പണ്ട് അക്ബർ ചക്രവർത്തി ദീനീരാഹി ഉണ്ടാക്കിയ പോലെ വ്യത്യസ്ത മതങ്ങളുണ്ട്, ഒക്കെ പാടെ ആ കച്ചനും ബഹളമായപ്പോ മൂപ്പക്ക് മനസ്സിലായി ഇതൊന്നും പറ്റൂല. മൂപ്പര് ഒരു ഒറ്റ ദീൻ ഉണ്ടാക്കി, ദീനെ ഇരാഹി. എന്നാ പിന്നെ എല്ലാവരും കൂടി ആയി കൂടിയാ പിന്നെ തർക്കം ചെല്ലുമെന്നാണ്. അപ്പൊ സംഭവിച്ചെന്താണ്? അതുവരെ ഇല്ലാത്ത പുതിയ മതം കൂടി ഉണ്ടായി വന്നു. അപ്പൊ കുറച്ചും കൂടി തർക്കം കൂടി എന്ന് പറഞ്ഞ പോലെയാണ് ഹിബല് പണി ഉണ്ടായത്. അവനാന്റെ വീട്ടിലും അയൽപക്കത്തും വരെ എല്ലാവരും നോമ്പ് കഴിക്കണ മുമ്പ് തന്നെ വിളിക്കുന്ന മുമ്പ്, എല്ലാവരും പെരുന്നാൾ കഴിക്കുന്ന മുമ്പ് തന്നെ അവർക്ക് പെരുന്നാൾ. അപ്പോൾ ഒരു അസലിലാണ്, കാണേണ്ടതില്ല എന്നാണ്. അത് നബിന്റെ കാലത്ത് കാണാൻ പറഞ്ഞു, അല്ലാതെ വഴിയുള്ളൂ. നബിയുടെ കാലത്ത് കണക്കൂട്ടാനൊന്നും അറിയില്ല, അന്ന് ആകെ നോക്കല് മാത്രമേ പരിഹാരമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്, ഇന്നതല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പിന്നെ നോട്ടത്തിനും കാഴ്ചക്കൊന്നും പ്രസക്തിയില്ല. പുതിയ ചന്ദ്രൻ പിറവിയെടുത്താൽ തന്നെ മാസം മാറിയതായി കണക്കാക്കണം. അപ്പൊ എപ്പോഴും ഒരു ദിവസം നിരത്താകും. അതല്ല ഹിലാൽ. ഹിലാൽ ശരിക്ക് കണ്ട് ആളുകൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഹിലാൽ എന്ന് പറയുക. ഇവിടെ മർക്കസ് ദേവക്കാര് പറഞ്ഞു ഹിലാല് ഇതന്നെയാണ്, ഇത് ന്യൂമൂൺ അല്ല ഹിലാല്. ഉദിച്ച് കാണുന്നതിനാണ് ഹിലാൽ. പക്ഷേ ആ കാണൽ കണ്ണുകൊണ്ട് വേണമെന്നില്ല, കണക്കുകൊണ്ട് കണ്ടാൽ മതി എന്നാണ്. കണ്ണുകൊണ്ട് കാണണ്ട, കണക്കുകൊണ്ട് കാണുക. അപ്പോൾ ഉണ്ടെന്ന് കണക്കോട് സ്ഥിരപ്പെട്ടു. എന്നാൽ നമ്മൾ നോക്കി കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ട് മാസം മാറാക്കൂതല്ലോ എന്നാണ് പോലെ യുക്തി. ചന്ദ്രൻ ഉദിച്ചു, അവിടെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉദയമുണ്ട്. അപ്പൊ അത് ഉണ്ടെന്ന് കണക്കോട് കൃത്യമായി ബോധ്യപ്പെട്ടു. നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കാണാത്തോണ്ട് ഇങ്ങനെ മാസം മാറാക്കൂതാണ്. നമ്മൾ കണ്ടാ പിറ്റേന്ന് 1 നമ്മൾ കണ്ടില്ലെങ്കിൽ 30 അതുണ്ടാവില്ലല്ലോ. അതവിടെ ഉണ്ടെങ്കിൽ 1 ഇല്ലേ 30 എന്ന് കണക്കാക്കാം. അതാണ് മർക്കസ് സേവക്കാരുടെ ഒക്കെ വാദം. അപ്പൊ അവരും തന്നെ സ്വാഭാവികമായിട്ടും കണക്കുകൊണ്ട് അവിടെ 1 മിനിറ്റ് ഉണ്ടെങ്കിലും പിറ്റേന്ന് 1 മാറും. ഒരു മാസം 29-ന് ഉദയമുണ്ട്. സൂര്യൻ 6:35 അസ്തമിക്കുന്നു, ചന്ദ്രൻ 6:40 അസ്തമിക്കുന്നു. അപ്പൊ 5 മിനിറ്റ് സൂര്യൻ അസ്തമിച്ച ശേഷം ചന്ദ്രൻ അന്തരീക്ഷത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ടെന്ന് ഉറപ്പായല്ലോ. അതുകൊണ്ട് നാളെ 1. അപ്പൊ അവരും തന്നെ പല മാസങ്ങളിലും ഒരു ദിവസം നേരത്തെ ആരംഭിക്കും. അതെ, പക്ഷെ അതുകൊണ്ട് 1 മാറൂല. അത് നോക്കിയിട്ട് 1 മാറിയിരുന്നു എന്ന് തീരുമാനിക്കാൻ പറ്റൂല. നമുക്ക് അള്ളാഹ് നിശ്ചയിച്ചത് ഹിലാലാണ്. നബി ഞങ്ങൾ വ്യക്തമായ ഹദീസിൽ വന്നു, സൂമുദി റുയത്തിഹി വഫ്തുദി റുയത്തിഹി തുടങ്ങിയ ധാരാളം പ്രയോഗങ്ങൾ. മാത്രമല്ല മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുക എന്നാണ്. മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുക. അപ്പോൾ മേഘം മൂടുമ്പോഴും ചന്ദ്രൻ ഉണ്ടാവാലോ. അപ്പൊ ചന്ദ്രൻ ഉണ്ട്, മേഘം മൂടുവന്ന് എന്നും നബി ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്നാ. അപ്പൊ അന്നും ഉണ്ടെങ്കിലോ പിറ്റേന്ന് 1 ആവണ്ടേ? പക്ഷെ ആ 1ക്ക് പോകാനല്ല പറഞ്ഞത്, നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും അത് നബിയുടെ കാലത്ത് അതേ വഴിയുള്ളൂ, അതുകൊണ്ടാണ് ആയിരിക്കാം. നമ്മളെ കണക്ക് അങ്ങനെ ആയിരിക്കാം. നമുക്കതാണ് അല്ലാഹ് നിശ്ചയിച്ച 1 എന്ന് തീരുമാനിച്ചാൽ മതി. അത് പറയാൻ പറ്റും. അന്ന് ഉദയമില്ല, സൂര്യൻ 6:35 അസ്തമിച്ചു, ചന്ദ്രൻ 6:25 അസ്തമിക്കുന്നു. അപ്പൊ ഇനി 6:25 അസ്തമിച്ച ചന്ദ്രനെ 6:35 ശേഷം കാണണം, ഉണ്ടാവില്ലല്ലോ. 25-ന് ചന്ദ്രൻ അസ്തമിച്ചു കണക്ക് പ്രകാരം. ഇനി കാണേണ്ടത് എപ്പോഴാണ്? 35 സൂര്യൻ അസ്തമിച്ചിട്ട് ശേഷം ചന്ദ്രനെ കാണണം, അതുണ്ടാവില്ല. അപ്പൊ ഇല്ലാത്ത മാസം കണ്ടു എന്ന് പറയാൻ കഴിയില്ല. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കാലിമാർ ചെയ്ത പണിയതായിരുന്നു, അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്നാണ് പറയും, വാശിക്ക് വേണ്ടി. അല്ല പ്രഖ്യാപിക്കുന്നത് ഞാനാണ്, ഓനല്ല എന്ന് പറഞ്ഞിട്ട് ഓലത് കണ്ടു എന്നാണ് പ്രഖ്യാപിക്കും. അങ്ങനെയാണ് അന്ന് മഹല്ലുകൾ തമ്മിൽ കച്ചറുണ്ടായത്. ഒരു കാതിന് കീഴിൽ നോമ്പ്, മറ്റേ കാതിന് കീഴിൽ പെരുന്നാള് എന്നൊക്കെ വന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. അവിടെയാണ് അന്ന് ഹിലാൽ കമ്മിറ്റി ഉണ്ടായത് തന്നെ. ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ഈ ഒരു ശൈലിക്ക് അറുതി വരുത്താൻ വേണ്ടിയാണ്. അത് അല്ലെങ്കിൽ അപ്പം ഇല്ലാതായി. ഇന്നൊരാളും ഇല്ലാത്ത മാസം കണ്ടു എന്ന് പറയില്ല, എന്നാൽ നടക്കൂല. കാരണം ചന്ദ്രൻ എപ്പോൾ അസ്തമിക്കുന്നു എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം.
അങ്ങനെ 10 മുമ്പ് അസ്തമിച്ച ചന്ദ്രനെ അസ്തമിച്ച 10 പിന്നെയും കണ്ടു പറഞ്ഞാൽ പിറ്റേന്ന് പേപ്പറിലെ ഫസ്റ്റ് ഹെഡിങ് അതായിരിക്കും. അത് നമ്മളൊരു മാസപ്പടി മാത്രമല്ലല്ലോ, ഇവിടുത്തെ മൊത്തം ലോകത്തെ മൊത്തം ഈ സംവിധാനത്തിൽ കംപ്ലീറ്റ് തെറ്റുപറ്റി തന്നെ വരിക. 25 അസ്തമിച്ച ചന്ദ്രൻ 40 പിന്നെയും കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ ന്യൂസിലും വാർത്തയിലും പേപ്പറിലും ലോകാത്ഭുതമായിട്ട് അത് വരും. നമ്മൾ നിസ്കാരം നോക്കുമ്പോൾ മാത്രമല്ല അതിനെ ബാധിക്കുന്നത്. അവിടെ ഇന്നത്തെ കാലത്ത് ഇനി ഇല്ലാത്തതിനെ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഓല് ആ പണി നിർത്തി. ഓലുള്ളത് ഇനിയിപ്പോൾ ആകുള്ളത് ഓൽക്ക് ചെയ്യാൻ പറ്റിയ പണി വെച്ചാൽ ഉള്ള ചന്ദ്രനെ കാണാതെ വേണേ കണ്ടു എന്നറിയാം. ഉദയമുണ്ട്, എവിടെയും കണ്ടിട്ടില്ല, ഒരാൾ ചട്ടം കെട്ടി പോകാൻ ഞാൻ കണ്ടുപോകാൻ പ്രഖ്യാപിച്ചു, കാര്യം അംഗീകരിച്ചു, അത് മാത്രമേ ഇന്നിനി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നിർവാഹമില്ല. ഒരാൾ അങ്ങനെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി പോലും പഠിച്ചോനായിക്കോട്ടെ, നമുക്കത് സ്വീകരിച്ചു പോകാം. ഇപ്പൊ കേന്ദ്രം സ്വീകരിച്ചത് പുതിയ രൂപമാണ്. 3 മാസം കാണുക, 9 മാസം കണക്ക് പ്രകാരമാവുക എന്നാണ്. റമദാനും ശവ്വാലും ദുൽഹിജ്ജയും ഈ 3 മാസം നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കുക. ബാക്കി 9 മാസമോ അത് കലണ്ടർ നോക്കിയാൽ മതി. കലണ്ടറിൽ പിറ്റേന്ന് 1 ആണോ എന്നാ 1, 30 ആണോ 30 എന്നാണ് ഓല് ഇപ്പൊ തീരുമാനിച്ചത്. അതൊക്കെ 31 ആകും. മാത്രമല്ല പിന്നെ കലണ്ടറിൽ നോക്കണമെങ്കിൽ തന്നെ പൊതുവെ റമദാൻ നോക്കണം, ഷഅബാൻ 29 നോക്കണം. പിറ്റേന്ന് റമദാൻ 1 ആണോ അല്ല അറിയണമെങ്കിൽ ഷഅബാൻ 29 മാസം നോക്കണം. അത് കണ്ടാലേ 1 ആവുള്ളൂ. ഷഅബാൻ 29 എങ്ങനെ അറിയാം? ഷഅബാൻ 29 ആണോ അറിയണമെങ്കിൽ ഷഅബാൻ 1 എന്നാ അറിയണ്ടേ? 1 എന്നാ അറിഞ്ഞെങ്കിലേ 29 എന്നാ അറിയുള്ളൂ. ആ 1 തീരുമാനിച്ച എവിടുന്നാണ്? കണക്കൊണ്ടാണ്. അപ്പൊ എന്തായിരുന്നാലും അത് ഏറ്റുമുട്ടൽ വരും. അതുകൊണ്ട് അതൊന്നും പ്രമാണത്തോടും യോജിക്കുന്നില്ല, ബുദ്ധിയോടും യോജിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഉദിക്കണം, ആ ഉദയചന്ദ്രനെ കാണണം, അത് കണ്ട് പ്രഖ്യാപിക്കേണ്ട അതോറിറ്റി പ്രഖ്യാപിക്കണം. അതാണ് ഖാലിമാർ അല്ലെങ്കിൽ അത്തരം സംഘങ്ങൾ, അത് അതോറിറ്റി തന്നെ. ഹിലാൽ കമ്മിറ്റി ഒരു അതോറിറ്റിയാണ്. അതേപോലെ ഓരോ നാട്ടിലെ ഖാലിമാർ അതോറിറ്റിയാണ്. അല്ല ഓരോരുത്തരും കണ്ടിട്ടല്ല നോമ്പ് ഒഴിക്കരുത്. നമ്മളാരും മാസം കണ്ടിട്ട് നമ്മളാരും ജീവിതത്തിൽ വരെ നോമ്പ് വെച്ചിട്ടില്ല. അത് വിശ്വാസയോഗ്യരായ ആളുകൾ കാണുന്നു. അത് ആരാണോ പ്രഖ്യാപിക്കേണ്ടത് അവരുടെ മുമ്പിൽ പോയി പറയുന്നു, അവർക്ക് ബോധ്യപ്പെട്ടു, അവർ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടു വിചാരിക്കാം, നമ്മൾ കണ്ടു മാസപ്പിറവി, കാലിനെ പോയി കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കമറ്റിനെ പോയി കണ്ടു, നമ്മൾ വിശദമായി പറഞ്ഞു, അവർക്കത് ബോധ്യപ്പെട്ടില്ല, കാലിക്ക് ബോധ്യപ്പെട്ടില്ല. അപ്പൊ കാലി അത് സ്വീകരിച്ചില്ല. കാലി പറഞ്ഞു അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പിറ്റേന്ന് 30 തന്നെ തുടർന്നു. എന്നാൽ നമ്മൾ ഇനി വാട്സപ്പ് ഇറങ്ങിയിട്ട് അത് പറയാൻ പാടില്ല. നമ്മൾ നേരെ വാട്സപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ പിന്നെ ഇത് സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത് ഫിത്നയാണ്. അപ്പം ഉണ്ടാൻ പാടില്ല. അത് കാലി പ്രഖ്യാപിച്ചതാണ് അവിടുത്തെ തീരുമാനം. ഈ കാലി അതിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണിച്ചോ അത് പോലും പഠിച്ചോണായിക്കോളും. നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ കണ്ടു, അവിടെ പോയി പറഞ്ഞു, അവർക്ക് ബോധ്യപ്പെട്ടില്ല. ഒരു തിരിച്ചു മറിച്ചും ചോദിക്കുമ്പോൾ കണ്ട രൂപം ഭാവം ഒക്കെ ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിൽ അദ്ദേഹത്തിന് അത് ബോധ്യമായില്ല, നമ്മൾ കണ്ട ചന്ദ്രൻ തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ല. എങ്കിൽ കാലി എന്നാണോ പ്രഖ്യാപിച്ചത്, സമിതി എന്നാണോ പ്രഖ്യാപിച്ചത്, അന്നാണ് നമ്മൾ കണക്കാക്കി പോകേണ്ടത്. കാതിനെ വിടുകയാണെങ്കിൽ എല്ലാത്തിനും വിടണം. ഇതിന് മാത്രം വിടാൻ പറ്റില്ല. അവിടെ മാത്രം വിട്ട് ബാക്കിയൊക്കെ കാതിനെ സ്വീകരിക്കാന്നുള്ളതില്ല. കാരണം അവിടെ മാത്രം എനിക്ക് കാതിനെ അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ന്യായമല്ല. അവിടെ അവർക്കാണ് അതിനുള്ള അതോറിറ്റി. അത് സാമൂഹ്യമായ ഇബാദത്താണ്. ഇതൊക്കെ നമുക്കൊരാൾക്ക് മാത്രം, പെരുന്നാൾ നമുക്കൊരാൾക്ക് മാത്രമുള്ളതല്ല, സാമൂഹ്യമായി നിർവഹിക്കേണ്ടതാണ്. അപ്പൊ അവിടെ അത് പ്രഖ്യാപിക്കണം. നമുക്കാണ് അതിനാണ് ആ കാലം നമുക്ക് അംഗീകരിക്കത്തോണ്ടാണ് നമ്മൾ മത സംവിധാനം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കി. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ കാലിമാരെ നമ്മൾ പൊതുവെ മറ്റൊന്നും അംഗീകരിക്കുന്നില്ല. ഈ വിഷയത്തിൽ നമുക്ക് അവരെ അംഗീകാരമില്ല. അതുകൊണ്ട് ഒരു മത സംവിധാനം ഉണ്ടാക്കി, അത് മതി. മുസ്ലിം മത സംഘടനകൾക്ക് ആ സ്ഥാനമുണ്ട്. ഇസ്ലാമിക ഭരണമാണെങ്കിലോ ഭരണാധികാരിക്കാണ് അതിന് അധികാരമുള്ളത്. അപ്പൊ അത് ആ നിലയ്ക്കാണ് പോകേണ്ടത്. ഇനി ഏറി വന്നാൽ ആ കണ്ടാക്കി വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് മുമ്പ് ഒഴിക്കാം. അയാൾ കണ്ടു, കാലം അംഗീകരിച്ചില്ല, അയാൾക്ക് നോമ്പ് ഒഴിക്കാം. പക്ഷെ അത് അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് പരസ്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചെന്നോട് ഞാൻ മാസം കണ്ടാണ്, ഞാൻ നോമ്പ് വെച്ചേക്കണ് എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ഭാര്യയോടും മക്കളോടും വരെ നിങ്ങൾ നോക്കിക്കോളി, ഇനി കാതിന് കാത്തിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് 100% ബോധ്യമുണ്ട്, ഞാൻ കണ്ടത് ചന്ദ്രൻ തന്നെയാണ്. പക്ഷെ കാലിക്ക് അത് ബോധ്യമായില്ല. എങ്കിൽ അയാൾ സ്വന്തം നിലയ്ക്ക് വേണമെങ്കിൽ അയാൾക്ക് നോമ്പ് വയ്ക്കാം. സ്വന്തം നിലയ്ക്ക് പിന്നാളിക്കാൻ പറ്റുമോ? പറ്റൂല. അത് സമൂഹത്തിന് കൂടെ പറ്റുകയുള്ളൂ.
ഏതാണെങ്കിലും ഹിലാൽ എന്ന് പറഞ്ഞത് കണ്ടു പ്രഖ്യാപിക്കപ്പെടുന്നതിനാണ് ഹിലാൽ എന്ന് പറയുക, അല്ലാത്ത ഹിലാൽ എന്ന് എടുത്തു പറഞ്ഞു. അത് കണ്ടു പ്രഖ്യാപിക്കപ്പെടാത്ത ഒന്ന് ഫലൈസ ബിഹിലാലിൻ, അത് ഹിലാലല്ല എന്ന് തന്നെ മജ്മു ഫത്താവി 25-ാം പാഠത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയുന്നു. ഹിലാൽ അതെ ബാലചന്ദ്രൻ, അതാ ഹിലാൽ. അത് ബാലചന്ദ്രൻ ആവിലെപ്പോഴാണ്? ഈ പ്രഖ്യാപിച്ചത് മുതലുള്ള ആദ്യ ദിവസങ്ങൾ, അതാണ് ഹിലാൽ എന്ന് ക്രസന്റ്. എല്ലാ അവസ്ഥക്കും പറഞ്ഞ പേരാണ് ഖമർ. പൂർണ്ണചന്ദ്രനാണ് ബദർ. ബദർ എന്ന് പറയുമ്പോൾ അതിലെ പൂർണ്ണ ചന്ദ്രനാണ് ബദർ എന്ന് പറയുക. ഏതായാലും ഖമറിന് നാം മൻസിലുകളെ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം അത് തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു. പഴയ ഈത്തപ്പന കുല പോലെ, തണ്ട് പോലെ അത് മടങ്ങി വരുന്നത് വരെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഇതും ഒരു ദൃഷ്ടാന്തമാണ് എന്നർത്ഥം. സൂര്യനല്ല, അതൊരിക്കലും അനിവാര്യമല്ല, അനുയോജ്യമല്ല. ചന്ദ്രനെ പ്രാപിക്കുവാൻ സൂര്യനെ കൊണ്ടാവില്ല എന്നർത്ഥം. ചന്ദ്രനെ പ്രാപിക്കുവാൻ അഥവാ സഞ്ചാര ഭ്രമം തെറ്റി കുറച്ചുകൂടെ വേഗം കൂടി ചന്ദ്രനെ മറികടന്നു പോവുക എന്ന് സൂര്യന് കഴിയുന്ന കാര്യമല്ല. രാത്രിയല്ല, സാബിഖുന്നഹാർ പകലിനെ മുൻകടന്നു പോകുന്നതുമല്ല. നിശ്ചയിക്കപ്പെട്ട സമയം എപ്പോഴാണോ അപ്പോഴേ പകല് വരൂ, അപ്പോഴേ രാത്രിയാകൂ. അതൊക്കെ മറികടന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഇന്ന് ദിവസം നേരത്തെ തന്നെ രാത്രിയായി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകൽ, ആ പകൽ കഴിയുമ്പോഴാണ് അടുത്ത രാത്രി, അല്ലാതെ അതിനെ മറികടന്നു പോവുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. ഇങ്ങനെ അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ചു, രാവിനെയും പകലിനെയും സംവിധാനിച്ചു. ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നില്ല, നിശ്ചയിക്കപ്പെട്ട റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്നില്ല, എല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, വകുല്ലുൻ എല്ലാം ഫീ ഫലകിൻ ഒരു ഭ്രമണപഥത്തിലൂടെ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നിനും അള്ളാഹ് നിശ്ചയിച്ച ഒരു ലൈനുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും രാവിനും പകലിനും ഭൂമിക്കും എല്ലാം അള്ളാഹു തആല നിശ്ചയിച്ച ഒരു റൂട്ടുണ്ട്. സമയത്തിലും സ്ഥലത്തിലും അതിൻ്റെ ഭ്രമണ പഥത്തിലുമെല്ലാം അള്ളാഹു നിശ്ചയിച്ചൊരു രീതിയുണ്ട്. ആ രീതിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയും ഒരു കൂട്ടിമുട്ടലില്ല, ഏറ്റവ്യത്യാസമില്ല, എവിടെയും താളം തെറ്റിപ്പോകുന്നില്ല, ഒന്ന് മറ്റൊന്നിനെ മറികടന്നു പോകുന്നില്ല. അതൊന്നുമില്ലാതെ ഇതെല്ലാം മുന്നോട്ട് പോകുന്നു. കാരണം ഇതൊക്കെ തഖ്ദീറുൽ അസീസുൽ അലീം, അസീസായ അലീമായവന്റെ തീരുമാനമാണിത്. ഇത് ദൃഷ്ടാന്തമാണ്. ആയത്തുൽ ലഹുന്ന, അവർക്കിതൊരു ദൃഷ്ടാന്തമാണ്. ആ അള്ളയാണ് ഇലാഹ്, അവനാണ് പടച്ചവൻ, അവനാണ് ഖുദ്റത്തുള്ളവൻ, അവനാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ, അവന് പങ്കുകാരില്ല, സമന്മാരില്ല എന്നുള്ളത് മനുഷ്യന് ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തമാകുന്നു ഇതൊക്കെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വല്ലാഹു അഅലം. ഇനി അടുത്ത ആയത്ത് മുതൽ വേറെ ദൃഷ്ടാന്തം പറയാണ്. ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ ഇനിയും പറയുന്നു. റബ്ബിന്റെ തൗഹീദ് ബോധ്യപ്പെടാവുന്ന, നബിയുടെ നുബുവത്ത് ബോധ്യപ്പെടാവുന്ന, മരണശേഷം ജീവിതമുണ്ട് എന്ന ആഖിറത്ത് ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹദാ വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري مستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون
സുബ്ഹാനക്കല്ലാഹു വബിഹംദിക.